എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +1 റിസൾട്ട് 2024 +1 റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് സന്തോഷം നൽകുന്നൊരു വാർത്തയാണ് ഇനി നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കണ്ടാൽ 10 പേർ പോലും ചാനലൊന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പോകുന്നതിന് മുമ്പ് +1നെ കുറിച്ചൊരു ഇൻട്രഡക്ഷൻ ഞാൻ പറയാൻ പോവുകയാണ്. എന്നിട്ട് ഞാൻ അത് വേഗം തന്നെ തീർക്കാം. എന്നിട്ടാണ് ഞാൻ വിശദ വീഡിയോയിലേക്ക് പോകുന്നത്. പല വിദ്യാർത്ഥികളും ഉന്നയിക്കുന്ന സംശയങ്ങളാണ്. +1ൻ്റെ പരീക്ഷ കഴിഞ്ഞപ്പോഴാണ് പല വിദ്യാർത്ഥികൾക്കും ടെൻഷൻ തുടങ്ങിയത്. അതായത് എന്താണ് റിസൾട്ട് എപ്പോഴാണ് വരുന്നതെന്നൊരു ഡേറ്റ് പോലും വന്നിട്ടില്ല, തോൽക്കുമോ എന്ന ടെൻഷൻ, +2ൻ്റെ അവസ്ഥ എന്താകും, ജയിക്കാൻ എത്ര മാർക്കാണ് വേണ്ടത് എന്നൊന്നും സംബന്ധിച്ചുള്ള വിദ്യാർത്ഥികൾക്ക് ഭയങ്കര പേടിയാണെന്നത്. അത് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഈ +1ൻ്റെ ടൈമിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്ന പേടിയാണ്. അതെല്ലാം നമുക്ക് ഇതിലൂടെ പങ്കുവെക്കുകയും ചെയ്യാം. ഈ 2 ഹാപ്പി ന്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് പോകാം. +1 റിസൾട്ട് 2024 +1 റിസൾട്ട് ഒന്നാമത്തെ സന്തോഷ വാർത്ത എന്ന് പറയുന്നത്, റിസൾട്ടിൻ്റെ ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല എങ്കിൽ പോലും പല വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. പല വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് മെയ്യിലോ ജൂണോ ഒക്കെ ആയിട്ട് സെക്കൻഡ് വീക്ക്, മെയ് ലാസ്റ്റ് അല്ലെങ്കിൽ ജൂൺ സെക്കൻഡ് വീക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ റിസൾട്ട് എപ്പോൾ വന്നാലും പല വിദ്യാർത്ഥികൾക്കും തോൽക്കുമോ എന്ന പേടിയുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത എന്ന് പറയാനുള്ളത് വെച്ചാൽ 80 മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങൾക്ക് 24 മാർക്കാണ് ജയിക്കാൻ വേണ്ടത്. 80 മാർക്കിൻ്റെ പരീക്ഷയിൽ 24 മാർക്ക് ജയിക്കാൻ വേണം. പിന്നെ 40 മാർക്കിൻ്റെ പരീക്ഷയിൽ 12 മാർക്കാണ് ജയിക്കാൻ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടില്ലാതെ എന്ത് ചെയ്യാൻ സാധിക്കും, അത് നേടാൻ സാധിക്കും. 40 മാർക്കിൻ്റെ പരീക്ഷയിൽ 12 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, വലിയ ബുദ്ധിമുട്ടില്ലാതെ നേടാൻ സാധിക്കും. CE മാർക്ക് നിങ്ങളെ ജയിക്കാൻ ഒരിക്കലും സഹായിക്കില്ല. CE മാർക്കില്ലാതെ തന്നെ പാസ് മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, എഴുതിയെടുക്കേണ്ടി വരും. 80 മാർക്കിൻ്റെ പരീക്ഷയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, 24 മാർക്ക്, ജസ്റ്റ് 24 മാത്രം എഴുതിയെടുക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യാം, പാസ്സായി പോകാൻ സാധിക്കും. ഇനി ഏതെങ്കിലും ഒരു വിഷയത്തിന് നിങ്ങൾക്ക് മറ്റൊരു സന്തോഷ വാർത്ത എന്ന് നിങ്ങൾക്ക് പറയുന്നത്, ഏതെങ്കിലും ഒരു വിഷയത്തിന് 24 കിട്ടേണ്ടതിന് പകരം 20 കിട്ടുന്നതെങ്കിൽ നിങ്ങൾ വലിയ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരമുണ്ട്. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, +1 ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. അതിൽ 3 വിഷയം വരെ, മാക്സിമം 3 വിഷയം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇമ്പ്രൂവ് ചെയ്യാം. 3 വിഷയം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 3 വിഷയം ഇമ്പ്രൂവ് ചെയ്യാൻ, അന്നേരം നിങ്ങൾക്ക് 6 വിഷയത്തിൽ നിങ്ങൾക്ക് മാർക്ക് കൂടുമെന്ന് തോന്നുന്ന ഏറ്റവും നല്ല 3 വിഷയങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കായി രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസൾട്ടിനെ ഓർത്ത് നിങ്ങൾ ആരും ഭയപ്പെടേണ്ട, തോൽക്കുമെന്നോർത്ത് ഭയപ്പെടേണ്ട. ഇനി +2 കാലഘട്ടത്തിൽ ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അതിന് കാരണം എന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിരവധി വീഡിയോസാണ് നമ്മുടെ ചാനലിലൂടെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് പല പേടികൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എൻ്റെ വീഡിയോ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് എല്ലാവരെയും അറിയത്തില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ വീഡിയോയിൽ നേരത്തെ 1 മാസവും 2 മാസവും മുമ്പൊക്കെ ചെയ്ത സംശയങ്ങൾ വരെ ഇപ്പോഴും വിദ്യാർത്ഥികൾ വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷേ വിദ്യാർത്ഥികളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നിങ്ങൾക്കതെല്ലാം കൃത്യമായിട്ട് കണ്ട് നിങ്ങളുടെ സംശയ ദൂരീകരണം നിങ്ങൾക്ക് നടത്തുവാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ സംശയ ദൂരീകരണത്തിനായിട്ട് നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ മറുപടി ലഭിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.